അതെ, ഇന്നത്തെ വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പ്രണയം. പ്രേമിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇനി കല്യാണം കഴിഞ്ഞിട്ടുള്ള പ്രേമമാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? കണ്ടുനോക്ക്. അന്ന് എന്റെ ഭാര്യയായിരുന്ന സ്ത്രീ എന്നെ പറ്റി 25 പേജുള്ള ഒരു പുസ്തകം അടിച്ച് തിരുവനന്തപുരം കുടുംബ കോടതി കൊടുത്തിട്ട് അത് ഈ വീടുകളിലെല്ലാം വിതരണം ചെയ്താണ്. ക്രൈം വാരിക ലക്ഷക്കണക്കിന് അടിച്ച് ഈ നാട് മുഴുവൻ. ഒരിക്കലും ജീവിതത്തിൽ തുറന്നു പറയരുതെന്ന് ആഗ്രഹിച്ചിരുന്ന ചില നഗ്ന സത്യങ്ങൾ അത് ഞാനിപ്പോ വെളിപ്പെടുത്താൻ പോവാ. പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെ ഉള്ളൂ. മനസ്സിലായോ? ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും എന്റെ ഭാര്യ അറിയരുത്. നിങ്ങൾ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. സ്ത്രീകൾ എന്നും എന്റെ വീക്ക്നെസ് ആയിപ്പോയി. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയം ഇല്ലാത്തവൻ പൊട്ടനാണ്. അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം കാണും. പ്രണയം ഉണ്ടാവും. തുറന്നു പറയാലോ, ഞാനൊരു സ്ത്രീലമ്പടന. ഇത് കുശുമ്പല്ലേ? അത് തെരഞ്ഞെടുപ്പ് എടുത്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഞാൻ അഴിമതിക്കാരനാണെന്ന് പറയാൻ പറ്റില്ല, കെടുകാര്യസ്ഥയുള്ളവനാണെന്ന് പറയില്ല. പക്ഷെ ഞാനോ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആഭാസനും അലവലാതിയുമാണ്. പ്രണയം ഉണ്ടാവും. പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരായ ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. രാജീവ് ഗാന്ധി പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. വാജ്പേയിക്ക് ഉണ്ടായിരുന്നു. ചൂടുള്ള പ്രണയമാണ് ആവശ്യമെന്ന് ഏറ്റവും മലയാളം ബഹുമാനിക്കുന്ന മാധവിക്കുട്ടി, ആ അമ്മ കമലാ സുരയ്യ മരണം വരെയും പറയുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമാണ്. ഗണേഷ് കുമാറിന് പ്രണയം ഉണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, വിവാഹത്തിന് മുൻപ് 7 പെണ്ണുങ്ങളെ ഞാൻ പ്രേമിച്ചിട്ടുണ്ട്. ഗണേഷ് കുമാറിന് പ്രണയം ഉണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സൈബർ ഇടങ്ങളിൽ മനസ്സിലാക്കൂ, ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. ആണുങ്ങളാവുമ്പോ കല്യാണത്തിന് മുൻപും പിൻപും പല സ്ത്രീകളുമായിട്ടൊക്കെ കൊണ്ടാവും. SSLC 4 പ്രാവശ്യം എഴുതി തോറ്റ് വീട്ടിൽ കുത്തിയിരിക്കുന്ന എന്റെ ഭാര്യ ശവത്തിന് ദൂരം പറഞ്ഞാൽ മനസ്സിലാവൂ. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പറ. അതായത് വളരെ മോശം സാഹചര്യത്തിലാണ് അവിടെ കണ്ടത്. അത് കണ്ടപ്പോ അതിന്റെ ഫോട്ടോ എടുത്തു. എടുത്തപ്പോൾ എല്ലാം. പക്ഷെ ഇപ്പോ മിനിസ്റ്റർ പറയും, മിനിസ്റ്റർ എന്നെ ഒന്ന് വിളിച്ചിട്ട് ഒരു അപ്പോളജി പോലും എനിക്ക് എന്നെ 2 മാസമായിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് ആ ബ്ലോക്ക് ഒന്ന് മാറ്റിയിട്ട് ഐ എം സോറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ ഓക്കെ. മിനിസ്റ്റർക്ക് 1000 അല്ല, മേ ബി 2000 ഉണ്ടാവുമായിരിക്കും. പക്ഷെ മിനിസ്റ്റർ അങ്ങനെയുള്ള ആൾക്ക് മിനിസ്റ്റർ ആയിട്ട് ഇരിക്കാൻ പറ്റുമായിരിക്കും. ഇറ്റ്സ് ഓക്കെ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകണം. ഗണേഷ് കുമാർ വിഷയത്തിൽ ഒരു വഴിത്തിരിവ് സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഭാര്യയോട് ബിന്ദുബേനോട് ഗണേഷ് കുമാർ ക്ഷമ പറഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? പിന്നൊരു കാര്യം, ഈ ഗണേഷ് കുമാർ മന്ത്രിയെ കുറിച്ച് എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. കാര്യം KSRTC ഒക്കെ ലാഭത്തിൽ കൊണ്ടുവന്ന പുള്ളിക്കാരനാണ്. പക്ഷെ എന്നാലും ഇത് 1-2 അല്ല, 5000 പ്രണയം. അതും കല്യാണം കഴിഞ്ഞ് ഭാര്യ വന്ന് കയ്യോടെ പൊക്കിയിട്ടുള്ള പ്രണയം. ഇതെല്ലാം കാണണം. ഇന്നിനി വയ്യ, നാളെ വന്ന് ബാക്കി വാങ്ങിച്ചോളാം.